പ്രിയപ്പെട്ടവരെ, കർത്താവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഡിസംബർ മാസത്തിലെ ഈ 31-ാം തീയതി നിന്നെ ഞാൻ നോക്കുന്നത് നിന്നെ ഒരിക്കലും വിട്ടുപിരിയാത്ത ആ സ്നേഹക്കണ്ണുകളോടെയാണ്. ഒരു നിമിഷം പോലും എന്റെ നോട്ടം നിന്റെ മേൽ നിന്ന് മാറിയിട്ടില്ല. ഈ കഴിഞ്ഞുപോയ ഒരു വർഷം മുഴുവൻ നിന്റെ ഹൃദയത്തിനുള്ളിൽ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് ഞാൻ കാണുന്നുണ്ട്. മറ്റാരും അഭിനന്ദിക്കാത്ത നിന്റെ ചെറിയ വിജയങ്ങൾ, ആരും അറിയാതെ നീ ചുമന്ന വലിയ നിരാശകൾ, എല്ലാം മടുത്തു എന്ന് തോന്നിയപ്പോഴും നീ മുറുകെ പിടിച്ച ആ ചെറിയ പ്രതീക്ഷകൾ, എല്ലാം ഞാൻ അറിയുന്നു. പാഴായിപ്പോയി എന്നു നീ കരുതിയ ആ ദിനങ്ങളുടെ ഭാരം എനിക്കറിയാം. ഒന്നും മാറുന്നില്ലല്ലോ എന്നോർത്ത് നീ മീറിപ്പുകഞ്ഞ രാത്രികൾ ഞാൻ കണ്ടു. നിന്റെ പക്കൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുമില്ല. നിന്റെ ഓരോ ചുവടും ഓരോരോ ശ്വാസവും നീ ഒഴുക്കിയ ഓരോ കണ്ണുനീർത്തുള്ളിയും എന്റെ പക്കൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. എന്റെ മകനെ, ഈ ഡിസംബർ 31 എന്നത് കലണ്ടറിലെ വെറുമൊരു തീയതിയല്ല. ഇത് നിനക്കായി ഞാൻ ഒരുക്കിയ ഒരു വിശുദ്ധമായ ഇടവേളയാണ്. നിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന തിരിവുമാണിത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾക്കും വരാനിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കും ഇടയിലുള്ള ഒരു പടിവാതിൽക്കൽ നീ നിൽക്കുകയാണ്. ഈ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നിനക്ക് ഗുണകരമല്ലാത്ത ഒന്നിനെയും കൂടെ കൂട്ടരുത് എന്ന് നിന്നെ ഓർമ്മിപ്പിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതൊരു അവസാനമായി നീ കാണരുത്. മറിച്ച് നിന്റെ ഉള്ളിൽ ഞാൻ പണ്ടേ രൂപപ്പെടുത്തിയെടുത്ത പുതിയ കാര്യങ്ങളിലേക്കുള്ള ഒരു മൃദുവായ വാതിൽ തുറക്കലായി ഇതിനെ കാണുക. ഈ വർഷം നീ പലപ്പോഴും നിന്റെ സ്വന്തം മൂല്യത്തെക്കുറിച്ച് സംശയിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുമായി നിന്നെത്തന്നെ താരതമ്യം ചെയ്ത് നീ പിന്നിലായിപ്പോയി എന്ന് നീ വേദനിച്ചു. ഞാൻ വേണ്ടത്ര പ്രയത്നിച്ചോ? എനിക്കെന്തെങ്കിലും വളർച്ച ഉണ്ടായോ? എന്റെ അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയോ? എന്നിങ്ങനെ നീ ഉള്ളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ കേട്ടു. എന്റെ പ്രിയപ്പെട്ടവനേലേ, നീ എന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്റെ വലിയ പദ്ധതിയിൽ നിന്ന് നീ പുറത്തായിട്ടുമില്ല. ഒന്നും സംഭവിക്കാതെ നീ സ്തംഭിച്ചു നിന്ന നാളുകളിൽ പോലും നിന്റെ ഉള്ളിൽ ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. തടസ്സങ്ങളെന്ന് നീ കരുതിയത് അടിത്തറ പണിയലായിരുന്നു. വിരസമായ ഇടവേളകളെന്ന് നീ കരുതിയത് നിന്നെ പാകപ്പെടുത്തലായിരുന്നു. നിനക്ക് പലതും അവസാനിച്ചു എന്ന് തോന്നിയപ്പോൾ ഞാൻ നിശബ്ദമായി പുതിയ തുടക്കങ്ങൾ ഒരുക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് അദൃശ്യനായി നീ ജീവിച്ചു എന്ന് തോന്നിയ ദിവസങ്ങളുണ്ട്. നീ പലരെയും സഹായിച്ചു, എല്ലാവർക്കും കാതോർത്തു, എല്ലാവരോടും ക്ഷമിച്ചു. എന്നിട്ടും നിന്നെ ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്ന് നീ വിഷമിച്ചു. എന്നാൽ ഞാൻ നിന്നോട് സത്യം പറയുന്നു, നിന്റെ ഒരു ചെറിയ സ്നേഹപ്രവൃത്തി പോലും സ്വർഗം മറന്നിട്ടില്ല. നീ എന്നോട് പറഞ്ഞ ഓരോ ചെറിയ അതെ എന്ന വാക്കും ഞാൻ ശ്രദ്ധിച്ചു. പല ദിവസങ്ങളും ഈ വർഷം അവസാനിക്കുമ്പോൾ ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുന്നത് ഒരു വിധികർത്താവായല്ല. നിന്റെ പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിന്റെ അരികിലേക്ക് വരുന്നത് വലിയ അനുകമ്പയോടെയാണ്. ഇന്നും ഉണങ്ങാത്ത നിന്റെ മുറിവുകളെ ഞാൻ തലോടുന്നു. മറുപടി ലഭിക്കാത്ത നിന്റെ ചോദ്യങ്ങളെ ഞാൻ അറിയുന്നു. നീ ചെയ്യാതെ പോയ കാര്യങ്ങളെ ഓർത്ത് കുറ്റബോധം തോന്നി നിന്നെത്തന്നെ ശിക്ഷിക്കേണ്ട രാത്രിയല്ല ഇത്. മറിച്ച് നീ ഇതുവരെ ചുമന്ന ഭാരങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട രാത്രിയാണിത്. നിന്റെ സങ്കടങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് അവയെ എന്നെ ഏൽപ്പിക്കാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. നിന്റെ മനസ്സിൽ ഇന്നും ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. മറ്റൊരു രീതിയിൽ നടക്കണമായിരുന്നു എന്നു നീ ആഗ്രഹിച്ച സംഭാഷണങ്ങൾ, നിനക്ക് കൈവിട്ടുപോയി എന്ന് തോന്നുന്ന അവസരങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവനെ, അവയെല്ലാം എന്റെ കൈകളിൽ നൽകുക. നിനക്ക് മതിയായ യോഗ്യതയില്ല എന്നതിന്റെ തെളിവായി ആ ഓർമ്മകളെ നിന്റെ ഹൃദയത്തിൽ പൂട്ടിവെക്കരുത്. ഈ രാത്രി നീ ഒന്നും ചിന്തിച്ചുകൂട്ടണ്ട. കഴിഞ്ഞുപോയതിനെ നിനക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ എനിക്കതിനെ വീണ്ടെടുക്കാൻ കഴിയും. നിന്റെ ഓരോ പാളിച്ചകളെയും മനോഹരമായ ഒരു കഥയാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും. നിന്റെ കണ്ണുനീർ നിന്റെ ബലഹീനതയാണെന്നും നിന്റെ മൃദുവായ മനസ്സ് നിന്നെ തളർത്തുമെന്നും നീ വിശ്വസിച്ചു. എന്നാൽ ഞാൻ പറയുന്നു, നിന്റെ ഹൃദയം ഇത്രയും മൃദുവായത് എന്റെ കരുണ നിന്റെ ഉള്ളിൽ പ്രതിഫലിക്കുന്നതുകൊണ്ടാണ്. നിന്റെ കണ്ണുനീർ പരാജയമായിരുന്നില്ല. നിന്റെ ചുണ്ടുകൾക്ക് രൂപപ്പെടുത്താൻ കഴിയാത്ത പ്രാർത്ഥനകളായിരുന്നു അവ. മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കാതിരുന്നപ്പോഴും ഞാൻ നിന്നെ മനസ്സിലാക്കി. മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തിയപ്പോൾ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ ആഴം കണ്ടു. ഇന്ന് രാത്രി നിന്റെ ആ മനസ്സിനെ നീ തന്നെ സ്നേഹിച്ചു തുടങ്ങുക. നിന്റെ സ്നേഹം കൊണ്ട് നീ പലർക്കും ആശ്വാസം നൽകി. മറ്റുള്ളവർ തിരിഞ്ഞു നോക്കാത്ത സങ്കടങ്ങളിൽ നീ പങ്കുചേർന്നു. നിന്റെ ആ നന്മയെ നീ നിഷേധിക്കരുത്. ഈ വർഷം ചില വാതിലുകൾ നിനക്ക് മുൻപിൽ അടഞ്ഞുപോയി.
അത് നിനക്കുള്ളതാണെന്ന് നീ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ചില ബന്ധങ്ങൾ അകന്നുപോയി, ചില പദ്ധതികൾ തകർന്നുപോയി. എന്റെ ഹൃദയമിടിപ്പ് നീ കേൾക്കുക. എനിക്ക് നിനക്കായുള്ളത് തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. നീ കാണുന്നത് ഒരു അവസാനമാണെങ്കിൽ ഞാൻ കാണുന്നത് മറ്റൊരു വഴിതിരിച്ചുവിടലാണ്. നീ കാണുന്നത് തിരസ്കാരമാണെങ്കിൽ ഞാൻ അവിടെ നിനക്കൊരു സംരക്ഷണം ഒരുക്കുകയായിരുന്നു. നിന്നിൽ നിന്ന് ചിലർ അകന്നുപോയത് നിന്റെ വളർച്ചയുടെ അടയാളമാണ്. ചിലർ നിന്റെ ജീവിതത്തിന്റെ ചില അധ്യായങ്ങളിൽ മാത്രം ഉണ്ടാകേണ്ടവരാണ്. നിന്റെ മൂല്യം അളക്കേണ്ടത് നിന്നോടൊപ്പം ആര് നിന്നു എന്നതിലല്ല, മറിച്ച് ഈ വർഷത്തിന്റെ അവസാന മണിക്കൂറുകൾ കടന്നുപോകുമ്പോൾ വലിയ തീരുമാനങ്ങളെടുക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുമില്ല. നിന്റെ ഉള്ളിൽ ശാന്തമായ ഒരു തീരുമാനം മാത്രം മതി. എന്നെ പൂർണ്ണമായി വിശ്വസിക്കുമെന്ന തീരുമാനം, നിന്നെ തന്നെ സ്നേഹിക്കുമെന്ന തീരുമാനം. വരാനിരിക്കുന്ന വർഷത്തെ ഭയത്തോടെയല്ല, മറിച്ച് വലിയ പ്രതീക്ഷയോടെ കാണുക. കഴിഞ്ഞ വർഷത്തെ നിന്റെ നിരാശകളെ നീ ശ്വാസം പോലെ പുറത്തേക്ക് വിടുക. എന്റെ സമാധാനം ഉള്ളിലേക്ക് സ്വീകരിക്കുക. നീ ഇന്നും ഇവിടെ സുരക്ഷിതനായിരിക്കുന്നു എന്നതുതന്നെ നിനക്കായി എനിക്ക് വലിയ പദ്ധതികളുണ്ട് എന്നതിന്റെ തെളിവാണ്. ഈ രാത്രി നിന്റെ വേദനകളെല്ലാം എന്നോട് തുറന്നു പറയുക. നിന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയത് എന്താണെന്ന് പറയുക. എന്തിനെക്കുറിച്ചാണ് നീ ഇന്നും ഭയപ്പെടുന്നത് എന്ന് പറയുക. നിന്റെ ചോദ്യങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല. നിന്റെ സങ്കടം ഞാൻ സ്വീകരിക്കും. നിന്റെ ഭൂതകാലത്തെ ഞാൻ മായ്ച്ചുകളയില്ലായിരിക്കാം, പക്ഷേ അതിന് പുതിയൊരു അർത്ഥം നൽകാൻ എനിക്ക് സാധിക്കും. പരാജയം എന്ന് നീ കേൾക്കുന്നിടത്ത് ഒരു രൂപപ്പെടൽ എന്ന് കേൾക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കും. വേദന മാത്രം കണ്ട ഇടങ്ങളിൽ നിന്റെ കരുത്തിന്റെ അടയാളങ്ങൾ ഞാൻ കാട്ടിത്തരും. വർഷം അവസാനിക്കാറായി എന്ന് കരുതി നിനക്ക് വൈകിപ്പോയി എന്ന് നീ ചിന്തിക്കരുത്. സമയം നിന്റെ ശത്രുവല്ല. ചില വിത്തുകൾ ഈ വർഷം മുളക്കില്ലായിരിക്കാം, പക്ഷേ അവ നശിച്ചുപോയിട്ടില്ല. അവ നിന്റെ ഉള്ളിൽ വളരുന്നുണ്ട്. ഇന്ന് രാത്രി പലരും സമയം പിന്നിലേക്ക് എണ്ണുമ്പോൾ നീ എന്റെ വിശ്വസ്തതയെ എണ്ണുക. ഞാൻ നിന്നെ കൈപിടിച്ചു നടത്തിയ രാത്രികളെ എണ്ണുക. നീ തകർന്നുപോകും എന്ന് കരുതിയ നിമിഷങ്ങളിൽ നിന്നെ താങ്ങിയ കൃപയെ എണ്ണുക. അപ്രതീക്ഷിതമായി നിന്നെ ചിരിപ്പിച്ച നിമിഷങ്ങളെ എണ്ണുക. ഇവയൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇവയെല്ലാം എന്റെ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. നീ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒഴിഞ്ഞ കൈകളോടെയല്ല പോകുന്നത്. പരീക്ഷിക്കപ്പെട്ടതും എന്നാൽ ശക്തിപ്പെട്ടതുമായ ഒരു ഹൃദയവുമായാണ് നീ പോകുന്നത്. നിനക്ക് മുൻപില്ലാതിരുന്ന വലിയൊരു ജ്ഞാനം ഇപ്പോൾ നിനക്കുണ്ട്. നീ അനുഭവിച്ച വേദനകൾ നിന്നെ കൂടുതൽ കരുണയുള്ളവനാക്കി മാറ്റി. ഈ ഡിസംബർ 31 എന്റെ കൈപിടിച്ചുകൊണ്ട് നീ പറയുക, പഴയ ചങ്ങലകളൊന്നും ഞാൻ പുതിയ വർഷത്തിലേക്ക് കൊണ്ടുപോകില്ല. മറ്റുള്ളവർക്ക് മുൻപിൽ നിന്നെ തന്നെ ന്യായീകരിക്കാൻ നിൽക്കരുത്. എല്ലാം തികഞ്ഞവനാകണം എന്ന വാശി ഉപേക്ഷിക്കുക. നീ എന്റെ കൂടെ നടന്നാൽ മാത്രം മതി. അടുത്ത വർഷം നീ ഒരു അത്ഭുത മനുഷ്യനാകണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് നീ എന്റെ പങ്കാളിയാകണം എന്നാണ്. ഈ വർഷത്തിന്റെ അവസാന ദിനത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ വിശ്രമത്തെയും നിന്റെ ഉണർവിനെയും ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികളെയും നിന്റെ ചിന്തകളെയും ഞാൻ അനുവർത്തിക്കുന്നു. നിന്റെ കുടുംബത്തെയും നിന്റെ ബന്ധങ്ങളെയും നിനക്ക് പ്രിയപ്പെട്ടവരെയും ഞാൻ എന്റെ കൃപയാൽ മൂടുന്നു. നീ ഇനിയും കണ്ടെത്താനിരിക്കുന്ന പുതിയ ആശയങ്ങളെയും നന്മകളെയും ഞാൻ ആശീർവദിക്കുന്നു. പുതിയ വർഷത്തിൽ നീ വീണ്ടും തളരുമ്പോൾ ഈ രാത്രിയെ ഓർക്കുക. ഞാൻ നിനക്ക് നൽകിയത് പ്രത്യാശയാണ്, നിരാശയല്ല. ഈ വർഷം മുഴുവൻ ഞാൻ നിന്റെ കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിന്റെ വരാനിരിക്കുന്ന നാളുകളിലും കാവലായി നിൽക്കുന്നു. നീ ഇനിയും ഉണരാത്ത പ്രഭാതങ്ങളും നീ ഇനിയും കാണാത്ത വാതിലുകളും എന്റെ നോട്ടത്തിലുണ്ട്. നിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഭയമില്ല. നിന്റെ ഉള്ളിൽ ഞാൻ തുടങ്ങിയ പ്രവൃത്തികളിൽ എനിക്ക് വലിയ ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും പറയരുത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന്. പകരം പറയുക, ദൈവം എന്നെ താങ്ങുന്നു എന്ന്. കലണ്ടറിലെ അക്കങ്ങൾ മാറുന്ന ഈ അർദ്ധരാത്രിയിൽ നിന്റെ ഹൃദയത്തിലുള്ള വലിയ ആഗ്രഹം എന്നോട് പറയുക. ഞാനത് കേൾക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ കഥ അവസാനിച്ചിട്ടില്ല, ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ലാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. സമാധാനത്തോടെ വിശ്രമിക്കുക. വരാനിരിക്കുന്ന പുതിയ വർഷം നിനക്ക് വലിയ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ദൈവീക സമാധാനത്തിന്റെയും വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്റെ സമാധാനം നിങ്ങളോടുകൂടെ എന്നുമുണ്ടായിരിക്കട്ടെ. ആമേൻ.